ഹായ്, എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂർദ്ദീൻ. ഈ വരുന്ന PSC മത്സര പരീക്ഷകളിൽ 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ, അതിർത്തി നിർണയ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും ആധികാരികമായി എന്തൊക്കെ പഠിക്കണമെന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുമെന്നും നിങ്ങൾ ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കും. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലാസ് നിങ്ങൾക്ക് പുറത്ത് ലഭിക്കില്ല. അതായത് ചോദ്യങ്ങളുടെ രീതി മനസ്സിലാക്കിക്കൊണ്ട് യാതൊരുവിധ സംശയമില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നിന്നും നിങ്ങൾക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. അതിനായി ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂടാതെ എംഫേവർ ലേണിംഗ് ആപ്പിനുള്ളിലും അവൈലബിൾ ആണ്. ആദ്യമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയുന്നത് ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടല്ലോ, അവയുടെ അതിർത്തി നിർണയിക്കുക, സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, ഇവയുടെ എണ്ണം നിശ്ചയിക്കുക തുടങ്ങിയ കാര്യപരിപാടികളാണ് ചെയ്തു വരുന്നത്. ശ്രദ്ധിക്കണം, ലോക്സഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടല്ലോ. ഉദാഹരണം, കേരളത്തിൽ 20 ലോക്സഭ നിയോജക മണ്ഡലങ്ങളുണ്ട്, 140 സംസ്ഥാന നിയമസഭ നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇവയുടെ അതിർത്തി നിർണയിച്ചിരിക്കുന്നത്, ഇവയിൽ ഏതൊക്കെ SC ST സംവരണ മണ്ഡലങ്ങളാകണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത്, ഇവയുടെ എണ്ണം തിട്ടപ്പെടുത്തിയിരിക്കുന്നത്, കണക്കാക്കിയിരിക്കുന്നത് എല്ലാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇതേ കാര്യപരിപാടികൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നടത്തുന്നത് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ? സോ ഇനി നിങ്ങൾ വൃത്തിക കാര്യം പഠിച്ചിരിക്കും. ശ്രദ്ധിക്കാം, ചോദ്യം വരുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ അതിർത്തി നിർണയ കമ്മീഷൻ. ശ്രദ്ധിക്കുക, ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളിൽ അതിർത്തി പുനർനിർണയം നടത്തുന്നു, അല്ലെങ്കിൽ പരിധി നിശ്ചയിക്കുന്നു. ആര്? ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ സംവരണ മണ്ഡലങ്ങൾ കണ്ടെത്തുന്നത് ആര്? ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കണ്ടോ, ചോദ്യം സ്പഷ്ടമാണ്. ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളിൽ പട്ടികജാതി അഥവാ SC, പട്ടികവർഗം അഥവാ ST എന്നീ വിഭാഗങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഉറപ്പാക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇതായിരുന്നു ലേറ്റസ്റ്റ് PSC ചോദ്യം. ഉത്തരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, പകരം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഡീലിമിറ്റേഷൻ പ്രക്രിയയുടെ ഫലമായി ലോക്സഭയിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിലും, ദാറ്റ് മീൻസ് സീറ്റ് അലോക്കേഷൻ, നമ്പർ ഓഫ് സീറ്റ് അലോക്കേഷൻസ്, ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണത്തിലും മാറ്റം വരാം. അപ്പോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളിൽ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ അതിർത്തി നിർണയിക്കപ്പെടുന്നു. അവയിൽ ഏതൊക്കെ SC ST സംവരണ മണ്ഡലങ്ങളാകണമെന്ന് നിശ്ചയിക്കപ്പെടുന്നു. ഇവയുടെ ആകെ എണ്ണം എന്നിവ നിശ്ചയിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്, ഇലക്ഷൻ കമ്മീഷൻ അല്ല. അതാണ് ആദ്യത്തെ ഗുണപാഠം. ഓക്കെ അല്ലേ? ഇനി സമീപകാല സെൻസസ് അടിസ്ഥാനമാക്കിയാണ് അതിർത്തികളുടെ പുനർനിർണയം നടത്തുന്നത്. ഇവിടെ അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്
ഭരണഘടനയിലെ ഒരു സുപ്രധാന അനുച്ഛേദം അഥവാ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 82. വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഇന്ത്യയിൽ അതിർത്തി നിർണയം നടത്തുന്നതിനായി പാർലമെന്റിന് ഒരു നിയമം പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അതായത് തൊട്ടു മുന്നേ നടന്ന സെൻസസ് പ്രകാരം ഇന്ത്യയിൽ അതിർത്തി നിർണയം, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം നടത്തുന്നതിനായി പാർലമെന്റ് പാസ്സാക്കുന്ന നിയമമാണ് ഡീലിമിറ്റേഷൻ നിയമം. ഇത്തരത്തിൽ പാസ്സാക്കപ്പെടുന്ന ഡീലിമിറ്റേഷൻ നിയമം വഴി ഡീലിമിറ്റേഷൻ കമ്മീഷനെ രൂപവൽക്കരിക്കുന്നത് കേന്ദ്ര സർക്കാരും ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയുമാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമാനുസൃത അല്ലെങ്കിൽ നിയമപരമായ ബോഡിയാണ്, ഭരണഘടനാ ബോഡിയല്ല. മനസ്സിലായോ? ഒറ്റ സ്റ്റെപ്പിൽ കാര്യം പറഞ്ഞിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ആർട്ടിക്കിൾ 82 പ്രകാരം ഒന്നേ ഉള്ളൂ, പാർലമെന്റ് ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കണം. ഓരോ സെൻസസിന് ശേഷവും, സെൻസസ് അറിയാലോ, ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡീലിമിറ്റേഷൻ നടത്തുന്നത്. അതിനാണ് സെൻസസ് പ്രധാനമെന്ന് പറയുന്നത്. ഓരോ സെൻസസിന് ശേഷവും പാർലമെന്റ് ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കണം. എന്തിന്? നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയത്തിന് വേണ്ടി. ഇനി ഇതാണ് ആർട്ടിക്കിൾ 82. ഇതിനുശേഷം പാസ്സാക്കപ്പെട്ട ഡീലിമിറ്റേഷൻ നിയമം വഴി രൂപപ്പെടുന്ന നിയമാനുസൃത സ്ഥാപനമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഡീലിമിറ്റേഷൻ കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രൂപവൽക്കരിച്ചിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം കേന്ദ്ര സർക്കാർ. ഡീലിമിറ്റേഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം മാറും, ഇന്ത്യൻ രാഷ്ട്രപതി. ആ ഒരു വ്യത്യാസം ഇവിടെ നമ്മൾ പൊളിച്ചെടുക്കുക. ഓക്കെ, ഇനി ഡീലിമിറ്റേഷൻ നിയമം പ്രകാരം ഇന്ത്യയുടെ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി, രൂപവൽക്കരിക്കുന്നത് കേന്ദ്ര സർക്കാർ. എത്ര വർഷം കൂടുമ്പോഴാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ സാധാരണയായിട്ട് രൂപവൽക്കരിക്കുന്നത്? 10 വർഷമാണ് അല്ലെ? കാരണം ആർട്ടിക്കിൾ 82 പറയുന്നുണ്ട് ഓരോ സെൻസസിന് ശേഷവും. പക്ഷേ 1952, 62, 72, 2002 എന്നീ വർഷങ്ങളിലെ ഡീലിമിറ്റേഷൻ നിയമങ്ങൾ പ്രകാരം ഇന്ത്യയിൽ ആകെ 4 ഡീലിമിറ്റേഷൻ കമ്മീഷനുകളെ രൂപവൽക്കരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, 51 സെൻസസ് ഉണ്ട്, 61 സെൻസസ് ഉണ്ട്, 71 സെൻസസ് ഉണ്ട്, 81 സെൻസസ് ഉണ്ട്, 91 സെൻസസ് ഉണ്ട്, 2001 സെൻസസ് ഉണ്ട്, 2011 സെൻസസ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ 4 കൂടുതൽ വരേണ്ടതല്ലേ? പക്ഷേ 1952 ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 1952 തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ, 1ാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്തു. 1962 ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 62 63 2ാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. 1972 ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 72 1973 3ാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപവൽക്കരിച്ചത്. 2002 ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 2002 തന്നെ എന്ത് ചെയ്തു? 4ാം അല്ലെങ്കിൽ അവസാനത്തെ ഒടുവിലത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപവൽക്കരിച്ചു. അപ്പോൾ 1952 ഡീലിമിറ്റേഷൻ നിയമം എന്ത് സെൻസസിനെ അടിസ്ഥാനമാക്കിയായിരുന്നു? 51 അല്ലെ? 62 ഡീലിമിറ്റേഷൻ നിയമം എന്ത് സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു? 61. 72 ഡീലിമിറ്റേഷൻ നിയമം 71 സെൻസസ് പ്രകാരം. 2002 ഡീലിമിറ്റേഷൻ നിയമം 2001 സെൻസസ് പ്രകാരം. അപ്പോൾ ശ്രദ്ധിക്കണം ആ ഒരു വ്യത്യാസം. ഓരോ വർഷത്തെയും സെൻസസിനെ ആസ്പദമാക്കിക്കൊണ്ട് പാർലമെന്റ് പാസ്സാക്കപ്പെടുന്ന ഡീലിമിറ്റേഷൻ നിയമം വഴി രൂപപ്പെടുന്ന നിയമാനുസൃത നിയമപരമായ സ്ഥാപനം അല്ലെങ്കിൽ ബോഡിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഡീലിമിറ്റേഷൻ കമ്മീഷനെ രൂപവൽക്കരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ, നിയമിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഓരോ സെൻസസിന് ശേഷവും ഭരണഘടനയിലെ ആർട്ടിക്കിൾ 170 പ്രകാരം സംസ്ഥാനങ്ങളെ പ്രാദേശിക നിയോജക മണ്ഡലങ്ങളായി തരംതിരിക്കുന്നു. ഓക്കെ, സോ 82 ആർട്ടിക്കിൾ 82 പ്രകാരം ലോക്സഭ അതിർത്തി പുനർനിർണയത്തിനായിട്ട് അല്ലെ, അതുപോലെ 170 പ്രകാരം
സംസ്ഥാന നിയമസഭകളിലെ കോൺസ്റ്റിറ്റ്യുവൻസീസ് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടത്തപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ലോക്സഭയിലെ സീറ്റുകളുടെ വിഹിതം ഓരോ സംസ്ഥാനത്തിൻ്റെയും ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സോ ഈ ആർട്ടിക്കിൾ 82 ലോക്സഭ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്, 170 സംസ്ഥാന സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ വിഭജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അതിർത്തി നിർണയം എല്ലാം നടക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സീറ്റുകളുടെയും ജനസംഖ്യയുടെയും അനുപാതം എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായിരിക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു വോട്ട് ഒരു മൂല്യം അഥവാ വൺ വോട്ട് വൺ വാല്യൂ എന്ന തത്വം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സംരക്ഷിക്കുന്നത്. ശ്രദ്ധിക്കണം, പോപ്പുലേഷൻ കൺട്രോൾ, ജനസംഖ്യ നിയന്ത്രണം അല്ലെ കാര്യമായിട്ട് നടപ്പിലാക്കപ്പെട്ട സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ വഴി കാര്യമായ നഷ്ടം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. അപ്പോൾ അത് നോക്കിക്കൊള്ളാം. അതുകൊണ്ട് തന്നെയാണ് നോർത്തേൺ സ്റ്റേറ്റ്സുകളൊക്കെ അല്ലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നോക്കാം, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. കോമ്പോസിഷൻ. ഒരു ചെയർമാൻ ഉണ്ട്. ആ ചെയർമാൻ ആരാണെന്ന് അറിയാവോ? സെർവിങ്, നിലവിൽ ജോലി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജി. ഇനി രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി അദ്ദേഹം അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടിയുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഒരാൾ. മൂന്നാമത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇത്രയും ചേർന്നതാണ് ഘടന എന്ന് പറയുന്നത്. ഇവർക്കെല്ലാവർക്കും വോട്ടിംഗ് അവകാശമുണ്ട്. ഭിന്നാഭിപ്രായമുള്ളപ്പോൾ മെജോറിറ്റി നോക്കും. ഇനി ഇവർക്ക് പുറമെ അസോസിയേറ്റ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്ത് നിന്നും 5 MP-മാരും 5 MLA-മാരും അടങ്ങുന്ന ആളുകളെ അസോസിയേറ്റ് അംഗങ്ങളായിട്ട് കമ്മീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 MP-മാർ, ഇപ്പൊ കേരളത്തിൽ നിന്നും 5 MP-മാരെ അസോസിയേറ്റ് അംഗങ്ങളായിട്ട് കമ്മീഷനിൽ നിയമിക്കുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ, നിയമിക്കുന്നതെന്നല്ല, അങ്ങോട്ടേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ്. കേരളത്തിൽ നിന്നുള്ള 5 MLA-മാരെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്, നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന നിയമസഭ സ്പീക്കറാണ്. അതാണ് ഇവിടെ പറയുന്നത്, അസോസിയേറ്റ് അംഗങ്ങളെ കമ്മീഷനിലേക്ക് ശുപാർശ ചെയ്യുന്നത് സ്പീക്കർ. MP-മാരുടെ കാര്യത്തിൽ ലോക്സഭാ സ്പീക്കർ, MLA-മാരുടെ കാര്യത്തിൽ സംസ്ഥാന നിയമസഭ സ്പീക്കർ എന്നുള്ളതാണ്. അസോസിയേറ്റ് അംഗങ്ങൾക്ക് വോട്ടില്ല. ഓക്കെ, ഇനി ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ നിയമപരമായി ബാധ്യസ്ഥമാണ്. കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന ഉത്തരവുകൾ ലീഗലി ബൈൻഡിംഗ് ആണ്. കോടതിയിൽ പോലും അത് ചലഞ്ച് ചെയ്യാനാകില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സമർപ്പിക്കപ്പെടുകയും തുടർന്ന് ഉത്തരവുകളിൽ പാർലമെന്റിനോ സംസ്ഥാന നിയമസഭകൾക്കോ പോലും യാതൊരുവിധ മാറ്റങ്ങളോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ നടത്താൻ സാധ്യമല്ല. സോ വൺസ് ഓർഡർ പുറപ്പെടുവിച്ചാൽ ഇറ്റ്സ് ലീഗലി ബൈൻഡിങ്. ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല, സുപ്രീം കോടതിക്ക് പോലും. തുടർന്ന് കമ്മീഷന്റെ ഉത്തരവുകൾ രാഷ്ട്രപതി വ്യക്തമാക്കുന്ന ഒരു തീയതിയിൽ പ്രാബല്യത്തിൽ വരുന്നു. ഇനി ചോദ്യം ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസീസ് അവയുടെ എണ്ണം അവസാനമായി ക്രമീകരിച്ചതിന് അടിസ്ഥാനമായ സെൻസസ്. കാരണം കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളുണ്ട്, 140 സംസ്ഥാന നിയമസഭാ സീറ്റുകളുണ്ട് അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇവ ക്രമീകരിച്ചതിന് അടിസ്ഥാനമായ സെൻസസ് എന്ന് പറയുന്നത് 1971 സെൻസസ് ആണ്. സോ എത്രയോ വർഷം മുന്നേ ഉള്ള സെൻസസ് പ്രകാരമാണ് ഇപ്പോൾ കേരളത്തിൽ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളും
140 സംസ്ഥാന നിയമസഭാ നിയോജക മണ്ഡലങ്ങളും ഉള്ളത്. ഇതേ ചോദ്യം ഇത്തരത്തിൽ എണ്ണം അവസാനമായി ക്രമീകരിച്ചതിന് വ്യവസ്ഥ ചെയ്യപ്പെട്ട നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് 72 ഡീലിമിറ്റേഷൻ നിയമമാണ്. ശ്രദ്ധിക്കണം, 71 സെൻസസ് പ്രകാരമാണ് 72 ഡീലിമിറ്റേഷൻ നിയമം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ 72 ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 73 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്യുന്നത് അല്ലെ. സോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണം, 71 സെൻസസ് പ്രകാരം 72 ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കപ്പെട്ടു. 73 ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടു. തുടർന്ന് അവർ വർഷങ്ങളെടുത്ത പ്രവൃത്തിയിലൂടെ ഡീലിമിറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് പ്രാബല്യത്തിൽ വന്ന, അതായത് ഇവരുടെ ഉത്തരവ് പ്രാബല്യത്തിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1976. അതാണ് ലോക്സഭ, സംസ്ഥാന, നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം അവസാനമായി ക്രമീകരിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 76. ശ്രദ്ധിക്കണം, സെൻസസ് 71 സെൻസസ്, നിയമം 72 ഡീലിമിറ്റേഷൻ നിയമം, അതുവഴി രൂപപ്പെട്ട കമ്മീഷൻ 73 ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഇനി അത് ഇതിന്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വന്ന വർഷം, പ്രസിഡന്റ് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന വർഷം എന്ന് പറയുന്നത് 76. കണ്ടോ, 76. സോ 1976 മുതൽ കേരളത്തിൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 20 നിയോജക മണ്ഡലങ്ങളുണ്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അതിന് മുന്നേ ഇതിലും കുറവായിരുന്നു. 2000 വരെ ലോക്സഭയിൽ സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റ് വിഭജനവും ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക മണ്ഡലങ്ങളായി വിഭജിക്കുന്നതും, അതായത് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയവും എണ്ണത്തിലുണ്ടാകുന്ന മാറ്റവും മരവിപ്പിച്ചു. അതിന് കാരണമായ നിയമമാണ് 1976 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. നമ്മൾ അതിനെ പറയും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്, അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒട്ടനവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു നിയമമാണിത്. 1972 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. എന്തുകൊണ്ട് ഒരു ഭരണഘടനാ ഭേദഗതി ഇവിടെ കൊണ്ടുവന്നു? നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 82 ഭരണഘടനയിൽ പറയപ്പെടുന്നു, ഓരോ സെൻസസിന് ശേഷവും രാജ്യത്ത് ലോക്സഭ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയവും എണ്ണവും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. സോ 81 സെൻസസ് ഉണ്ട്, 91 സെൻസസ് ഉണ്ട്. അപ്പോ ഇനി വരാനിരിക്കുന്ന ഈ പറയുന്ന 81 91 സെൻസസ് പ്രകാരം യാതൊരുവിധ അതിർത്തി പുനർനിർണയവും നടത്തേണ്ടതില്ല, മരവിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു സവിശേഷതയാണ് ഈ പറയുന്ന 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ, ആർട്ടിക്കിൾ 82 മാറ്റം വരുത്തണമെങ്കിൽ അതിനായിട്ടാണ് ഒരു ഭരണഘടനാ ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് പ്രകാരം 1981 സെൻസസ് ഉണ്ടായിരുന്നു, 1991 സെൻസസ് ഉണ്ടായിരുന്നു. നോക്കിക്കേ, ഒരു അതിർത്തി പുനർനിർണയവും നടന്നില്ല, ഒരു ഡീലിമിറ്റേഷൻ നിയമവും പാസ്സാക്കപ്പെട്ടില്ല, ഡീലിമിറ്റേഷൻ കമ്മീഷനും രൂപവൽക്കരിച്ചില്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സദേൺ സ്റ്റേറ്റുകൾ പരാതിപ്പെട്ടു തുടങ്ങി. കാരണം പോപ്പുലേഷൻ കൺട്രോൾ നല്ല രീതിയിൽ രാജ്യത്ത് നടത്തേണ്ടത് വളരെ അടിയന്തരമായി ഉള്ള ഒരു പ്രാധാന്യത്തോടു കൂടി കണ്ടുവരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത്. അപ്പോൾ പല ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ വളരെ മോശമാണ്. എന്നാൽ സദേൺ സ്റ്റേറ്റുകൾ കാര്യമായി നടപ്പിലാക്കി വരികയുമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോത്സാഹനം നിന്നു പോകരുതല്ലോ എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനസംഖ്യ നിയന്ത്രണം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്ന കരുതലോട് കൂടിയാണ് 2000 വരെ ഈ പറയുന്ന യാതൊരുവിധ അതിർത്തി പുനർനിർണയവും നടത്തണ്ട എന്നുള്ള തീരുമാനം പാർലമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ആസ്പദമായ നിയമമാണ്
76-ലെ 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. അപ്പോൾ ശ്രദ്ധിക്കണം. തുടർന്ന് നിലവിലെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ 2000 വരെ ഒന്നും നടന്നില്ല. ഇനി 2000-ന് ശേഷമുള്ള കാര്യമാണല്ലോ. 2001-ൽ ഒരു സെൻസസ് വന്നു. 2001-ൽ ഒരു സെൻസസ് വന്നു. ഓക്കെ. നിലവിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന സെൻസസ് ആണ് 2001-ലെ സെൻസസ്. ശ്രദ്ധിക്കണം. നിലവിലെ ലോക്സഭ, സംസ്ഥാന നിയമസഭ, നിയോജക മണ്ഡലങ്ങളുടെ ബൗണ്ടറി റീഡ്രോ ചെയ്യപ്പെട്ടു അല്ലെ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന സെൻസസ് എന്ന് പറഞ്ഞാൽ 2001-ലെ സെൻസസ് ആണ്. പക്ഷേ നിയോജക മണ്ഡലങ്ങളുടെ നമ്പർ, അതായത് എണ്ണം മാറ്റപ്പെട്ടിട്ടില്ല. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക. അതിർത്തി പുനർനിർണയം നടത്തപ്പെട്ടു, പക്ഷെ എണ്ണത്തിൽ മാറ്റമുണ്ടായില്ല. നിലവിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമം സ്വാഭാവികമായിട്ടും 2002-ലെ ഡീലിമിറ്റേഷൻ നിയമമാണ്. അത് പ്രകാരം 2002-ൽ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്തു. നിലവിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടപ്പിലാക്കപ്പെട്ട വർഷം 2008 ആണ്. കാരണം 2002-ലെ ഡീലിമിറ്റേഷൻ നിയമം വഴി രൂപവൽക്കരിക്കപ്പെട്ട ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ പ്രാബല്യത്തിൽ വന്നത് 2008 ആണ്. ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇവിടെ നമ്മൾ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നോർത്ത് എന്നും വെസ്റ്റ് എന്നും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2008-ന് മുന്നേ തിരുവനന്തപുരം നോർത്ത് മണ്ഡലം, തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാന നിയമസഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. പകരം വട്ടിയൂർക്കാവ് അല്ലെ, തിരുവനന്തപുരം, നേമം എന്നീ പേരുകളിലാക്കി മാറ്റപ്പെട്ടു. അതായത് അതിർത്തി പുനർനിർണയം, അതിർത്തി മാറ്റി വരയ്ക്കപ്പെട്ടു. പക്ഷേ നമ്പർ ഓഫ് സീറ്റ്സ് ലോക്സഭയിലായാലും സംസ്ഥാന നിയമസഭയിലായാലും മാറ്റപ്പെട്ടിട്ടില്ല. സോ ഇവിടെ അതിർത്തി പുനർനിർണയം അവസാനമായി നടന്നിരിക്കുന്നത് 2001-ലെ സെൻസസ് പ്രകാരമാണ്. നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം അവസാനമായി ക്രമീകരിച്ചിരിക്കുന്നതോ 71-ലെ സെൻസസ് പ്രകാരമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിർത്തി പുനർനിർണയം നടത്തിയിരിക്കുന്നത് 2001-ലെ സെൻസസ് പ്രകാരം. എന്നാൽ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം അവസാനമായി ക്രമീകരിച്ചിരിക്കുന്നത് 71-ലെ സെൻസസ് പ്രകാരമാണ്. കേട്ടോ? ശരി. ഇതിന് കാരണം ഞാനിവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. 2001-ലെ 84-ാമത് ഭരണഘടനാ ഭേദഗതി നിയമം ലോക്സഭയിൽ സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റ് വിഭജനവും ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക മണ്ഡലങ്ങളായി വിഭജിക്കുന്നതും, അതായത് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയവും എണ്ണത്തിലുണ്ടാകുന്ന മാറ്റവും അടുത്തൊരു 25 വർഷത്തേക്ക് കൂടി മരവിപ്പിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 2002-ൽ ഡീലിമിറ്റേഷൻ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് മുന്നേ 2001-ൽ ഒരു സംഗതി സംഭവിച്ചു. എന്താണെന്നറിയാവോ? 84-ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 2001. ഇത് പ്രകാരം മുന്നേ ഉണ്ടായിരുന്ന 2000 വരെ പാടില്ല എന്ന് പറഞ്ഞു. അടുത്തൊരു 25 വർഷത്തേക്ക് കൂടി യാതൊരു രീതിയിലുമുള്ള മണ്ഡല പുനർനിർണയമോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറ്റ്സിന്റെ വ്യത്യാസമോ ഉണ്ടാകാൻ പാടില്ല. അടുത്തൊരു 25 വർഷത്തേക്ക് കൂടിയുള്ള മരവിപ്പ്, അതായത് ഒരു എക്സ്റ്റൻഷൻ 2001-ലെ 84-ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ കൊണ്ടുവന്നു. തുടർന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്പർ ഓഫ് സീറ്റ്സിൽ മാറ്റം വരുത്തണ്ട, പക്ഷെ അതിർത്തി പുനർനിർണയം അത്യാവശ്യമാണ് എന്ന് പാർലമെന്റിന് മനസ്സിലായപ്പോൾ 2026-ന് ശേഷമുള്ള ആദ്യ സെൻസസ് വരെ ലോക്സഭയിൽ സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റ് വിഭജനവും ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക മണ്ഡലങ്ങളായി വിഭജിക്കുന്നതും, അഥവാ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയവും എണ്ണത്തിലുണ്ടാകുന്ന മാറ്റവും മരവിപ്പിക്കുന്നതിന് കാരണമായ നിയമമാണ് 2001-ലെ 84-ാമത് ഭരണഘടനാ നിയമം എന്നുള്ളത് നമ്മൾ പഠിച്ചു. തുടർന്ന് ശ്രദ്ധിക്കണം, ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയത്തിനായി പാർലമെന്റ് ഏറ്റവും ഒടുവിൽ പാസാക്കിയ നിയമമാണ് നമ്മൾ നേരത്തെ പഠിച്ച ഡീലിമിറ്റേഷൻ നിയമം. അപ്പോൾ ശ്രദ്ധിക്കണം, 2001-ൽ 84-ാമത് ഭരണഘടനാ ഭേദഗതി നിയമം കൊണ്ടുവന്നു. എന്തിനാണ്?
മുന്നേ ഉണ്ടായിരുന്ന 2000 വരെ യാതൊരു രീതിയിലുമുള്ള നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയമോ നമ്പർ ഓഫ് സീറ്റ്സും മാറ്റേണ്ടതില്ല എന്ന ഒരു കണക്ക് 2000 വരെ ഉണ്ടായിരുന്നല്ലോ. അതിന് ആസ്പദമായ നിയമമാണ് 1976 42ാമത് ഭരണഘടനാ ഭേദഗതി. ഇതേ പരിപാടി അടുത്തൊരു 25 വർഷത്തേക്ക് കൂടി നീളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് 2001 84ാമത് ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കി. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് സീറ്റ്സിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്തണ്ട, പക്ഷേ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടത്തേണ്ടതാണെന്നുള്ള ഒരു കാര്യവിവരം പാർലമെന്റിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെ 2002 87ാമത് ദാറ്റ് മീൻസ് 87th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പാർലമെന്റ് പാസാക്കി. എന്നിട്ട് പാർലമെന്റ് പറഞ്ഞു അതിർത്തി പുനർനിർണയം നടത്താം. 2001 സെൻസസ് പ്രകാരം അതിർത്തി പുനർനിർണയം നടത്താം. ഇതിനായിട്ട് 2002 ഡീലിമിറ്റേഷൻ നിയമം പാർലമെന്റ് പാസാക്കി. തുടർന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷനും രൂപപ്പെട്ടു. കമ്മീഷന്റെ ഉത്തരവ് 2008 പ്രാബല്യത്തിൽ വന്നു എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ആർട്ടിക്കിൾ 82 അനുശാസിക്കുന്നത് ഓരോ സെൻസസിന് ശേഷവും ഡീലിമിറ്റേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്, ഡീലിമിറ്റേഷൻ നിയമം പാർലമെന്റ് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1976 42ാമത് ഭരണഘടനാ ഭേദഗതി പറയുന്നു ഡീലിമിറ്റേഷനും വേണ്ട, നമ്പർ ഓഫ് സീറ്റ്സിലും യാതൊരുവിധ മാറ്റവും വേണ്ട, വർഷം 2000 വരെ. തുടർന്ന് 2001 സെൻസസ് പ്രകാരം അടുത്ത നടത്തണമല്ലോ. അത് നടത്തണം എന്നതിനേക്കാൾ മുന്നേ 2001 തന്നെ 84ാമത് ഭരണഘടനാ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കി. ഇതേ സാഹചര്യം അടുത്തൊരു 25 വർഷത്തേക്ക് കൂടി നീളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കെ അടിയന്തരമായി മണ്ഡല പുനർനിർണയം, അതിർത്തി പുനർനിർണയം നടത്തേണ്ടതാണ് എന്ന് പാർലമെന്റിന് മനസ്സിലായപ്പോൾ ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കി. നമ്പർ ഓഫ് സീറ്റ്സ് മാറണ്ട, പകരം മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് 2002 എന്ത് ചെയ്തു? ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കപ്പെട്ടു. അത് പ്രകാരം 2002 ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിലവിൽ വന്നു. കമ്മീഷന്റെ ഉത്തരവുകൾ 2008 പ്രാബല്യത്തിൽ വന്നു. ഇതാണ് നമ്മൾ ഇവിടെ പഠിച്ചു വച്ചിരിക്കുന്നത്. കണ്ടോ? നിലവിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം 2001 സെൻസസ് പ്രകാരം, നിലവിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമം 2002 ഡീലിമിറ്റേഷൻ നിയമം. ഇത് പ്രാബല്യത്തിൽ വന്നത് 2008. ഓക്കെ, സോ 2001 സെൻസസ് പ്രകാരം ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടപ്പിലാക്കണമെന്നതിന് അടിസ്ഥാനമായ നിയമമാണ് 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. ഓക്കെ, സോ 84 ബൈപ്പാസ് ചെയ്യണം. അപ്പൊ 84 എന്താ പറഞ്ഞേ? 2020, അതായത് അടുത്തൊരു 25 വർഷത്തേക്ക്, അല്ലെങ്കിൽ 2026 ശേഷം നടത്തപ്പെടുന്ന ആദ്യ സെൻസസ് പ്രകാരം ഈ പറയുന്ന അതിർത്തി പുനർനിർണയവും നമ്പർ ഓഫ് സീറ്റ് അലോക്കേഷൻസും നടന്നോട്ടെ. എന്നാൽ നമ്പർ ഓഫ് സീറ്റ്സിൽ മാറ്റം വരുത്തുന്നില്ല, അതിർത്തി പുനർനിർണയം നടത്താം. അതിനായിട്ട് 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കി. അത് പ്രകാരമാണ് 2002 ഒരു ഡീലിമിറ്റേഷൻ നിയമം കൊണ്ടുവന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപവൽക്കരിച്ചതും 2008 ഇതിന്റെ ഉത്തരവുകൾ പ്രാബല്യത്തിൽ വന്നതും. ഓക്കെ, ഇപ്പൊ ഉറപ്പായല്ലോ, കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പൊ ശ്രദ്ധിക്കാം, ഇനി നമ്മുടെ രാജ്യത്ത് ലോക്സഭ, സംസ്ഥാന നിയമസഭ, നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം മാറ്റപ്പെടണമെങ്കിൽ എന്ന് വരെ കാത്തിരിക്കണം? 2026 ശേഷം നടക്കുന്ന ആദ്യ സെൻസസ് വരെ കാത്തിരിക്കണം. സോ എനി കൈൻഡ് ഓഫ് റീഅഡ്ജസ്റ്റ്മെന്റ് റിലേറ്റഡ് ടു ദ സീറ്റ് അലോക്കേഷൻ ഇൻ ലോക്സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ളത് പോസിബിൾ ഓൺലി ആഫ്റ്റർ ഫസ്റ്റ് സെൻസസ്, അല്ലെ? ഓൺലി ആഫ്റ്റർ
ഫസ്റ്റ് സെൻസസ് ആഫ്റ്റർ 2026 അല്ലേ. സോ 2026 ശേഷം നടക്കുന്ന ആദ്യ സെൻസസിന് ശേഷം മാത്രമേ ഇത് നമ്പർ ഓഫ് സീറ്റ് അലോക്കേഷൻ സംഭവിക്കുകയുള്ളൂ. മാറ്റം. ഓക്കെ, ഇനി ഒന്നാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എൻ ചന്ദ്രശേഖര അയ്യർ, നാലാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കുൽദീപ് സിംഗ്. ഇനി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ഇതേ കാര്യപരിപാടി നടത്തുന്നത് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയാണ്. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലും കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലും 2005 ഭേദഗതി വരുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയർമാനും സംസ്ഥാന സർക്കാർ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത 4 ഉദ്യോഗസ്ഥരും അടങ്ങുന്ന കമ്മീഷനാണ് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മീറ്റിംഗ് കൂടണമെങ്കിൽ ഒരു ക്വാറം അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയർമാൻ ഉൾപ്പെടെ കുറഞ്ഞത് 3 അംഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ മീറ്റിംഗ് ഔദ്യോഗികമായിട്ട് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അതാണ് ക്വാറം എന്ന് പറയുന്നത്. ക്വാറം എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ കുറഞ്ഞത് 3 പേരുണ്ടായിരിക്കണം. ഇനി ഡീലിമിറ്റേഷൻ കമ്മീഷനും, അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, ഒരു സിവിൽ കോടതിയുടെ ചില അധികാര പരിധികളുണ്ട്. അതായത് സാക്ഷികളെ വിളിച്ചു വരുത്താനും വിസ്തരിക്കാനും രേഖകൾ ഹാജരാക്കാനും സത്യവാങ്മൂലത്തിൽ തെളിവെടുക്കാനും ഒരു പൊതുരേഖയോ അതിൻ്റെ പകർപ്പോ ആവശ്യപ്പെടാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളത്. സോ ഇതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട്. ഇതിനപ്പുറം ഇനി ഒരു ചോദ്യം ഉണ്ടാവത്തില്ല. PDF ഒരിക്കൽ കൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ ചോദ്യം കാണുന്നു, ഉത്തരം വളരെ പുഷ്പം പോലെ കൊടുക്കാൻ സാധിക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട്. താങ്ക് യു വെരി മച്ച്.